Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. ഏവർക്കും ലെനോറയുടെ ചെറിയ പെരുന്നാൾ ആശംസകൾ. നടക്കാനിരിക്കുന്നത് ജനാധിപത്യത്തിന്റെ തുടർച്ചയ്ക്ക് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണെന്ന് എ.പി. അനിൽകുമാർ എം.എൽ.എ. വയനാട് ലോക്സഭാ മണ്ഡലം യു.ഡി.എഫ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് എടക്കരയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യു.ഡി.എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുടെ ലോഞ്ചിംഗ് ആക്കി മാറ്റുവാൻ വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ യു.ഡി.എഫിന്റെ പ്രവർത്തകർക്ക് കഴിഞ്ഞു എന്നുള്ളത് നമ്മുടെ ഏത് പ്രതിസന്ധിയിലും ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് യു.ഡി.എഫ് പ്രവർത്തിക്കും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. എല്ലാ കണക്കൂട്ടും തെറ്റിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകർക്ക് പലരും സൂചിപ്പിച്ചിരുന്നു, കഴിഞ്ഞ 5 വർഷം മുമ്പ് രാഹുൽ ഗാന്ധി വന്ന അത്ര ജനങ്ങളെ സംഘടിപ്പിക്കാൻ കഴിയില്ല എന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ അന്ന് നമുക്ക് നോക്കുണ്ടായിരുന്നില്ല, ഇത്ര കാലത്ത് ചൂടുണ്ടായിരുന്നു, റംസാൻ മാസം ആയിരുന്നില്ല അന്ന് നോമിനേഷൻ കൊടുത്തു. പക്ഷേ ഇപ്രാവശ്യം റംസാനുമായി ബന്ധപ്പെട്ട വ്രതാനുഷ്ഠാനങ്ങൾ ഉണ്ടായിട്ട് പോലും നമുക്ക് കഴിഞ്ഞ നാമനിർദ്ദേശ പത്രിക ചടങ്ങിനേക്കാൾ കൂടുതൽ ആളുകൾ വന്നു എന്നുള്ളത്, ജനങ്ങൾ എത്തി എന്നുള്ളത്, ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയം ഇന്ന് BJP എങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതിനെക്കുറിച്ച് പൊതുപ്രവർത്തകരെക്കാൾ കൂടുതൽ സാധാരണ ജനങ്ങൾ ബോധവാന്മാരാണ്. ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ പാടില്ല. ഈ തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിന്റെ തുടർച്ചയ്ക്ക് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാവണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുകൊണ്ടാണ് ഇന്നലെ എല്ലാവരും എത്തിച്ചേരാൻ. യു.ഡി.എഫ് പഞ്ചായത്ത് ചെയർമാൻ കെ ആലിക്കുട്ടി അധ്യക്ഷത വഹിച്ചു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വി.എസ്. ജോയ്, മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം, യൂത്ത് ലീഗ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ടി.പി. അഷ്റഫ് അലി, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബാബു തോപ്പിൽ, മുസ്ലിം ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ടി.കെ. മുജീബ്, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ. രാധാകൃഷ്ണൻ, കെ.സി. ഷാഹുൽ ഹമീദ് എന്നിവർ സംസാരിച്ചു. ഈസ്റ്റ് ലൈവ്, എടക്കര.